ഹലോ ഗൈസ്, ദാണ്ട് ഇപ്പൊ നമ്മൾ എന്താണ് കടല കറി വെക്കാൻ പോകുന്നു. പിന്നെന്താ, ഇനി കടലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. സവാള അരിയുന്നു. പിന്നെ എന്താണ് എനിക്ക് സംഭവിച്ചതെന്നാണ് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു തരാം ഗൈസ്. നേരത്തെ വരെ എനിക്ക് ഹാഫ് ലൂസേ ഉള്ളായിരുന്നു. ഇപ്പം മൊത്തം പിരി പോയ ലക്ഷണമാണ് ഞാൻ സ്വന്തമായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കമന്റിൽ കൂടെ പറയണം കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ, ഞാൻ വേണ്ടി ഈ ഉള്ളി അരിയുന്ന ദിവസം ഈ ദിവസമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ദാറ്റ്സ് ഓൺ മൈ ബർത്ത്ഡേ. അതെ, എൻ്റെ ബർത്ത്ഡേ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ പോസ്റ്റ് ചെയ്തതെന്നാണെന്നേ ഉള്ളൂ. അതായത് January 28 ഗൈസ്. എനിക്കന്ന് ലോങ് വീഡിയോ ഒക്കെ എടുക്കണം എന്നും ഇടണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അല്ലേ? പിന്നെ എന്താണ്, അങ്ങനെ പിന്നെ സവാളയൊക്കെ അരിഞ്ഞിങ്ങനെ ഇരുന്ന് രാവിലെ കുളിച്ച് അലമാരിയിൽ നിന്ന് അത്യാവശ്യം ഒരുമാതിരി മേനെയുള്ള ഉടുപ്പൊക്കെ എടുത്ത് ഇട്ടു ഗൈസ്. പിന്നെ അതിൻ്റെ പച്ചമുളകാണ് അരിയുന്നത്. അങ്ങനെ പിന്നെ എന്താണ്, വീഡിയോ ഇടാൻ താമസിച്ചത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കത്തില്ല. എന്നാലും ഞാൻ പറയേണ്ട ഒരു കടമ എനിക്കുണ്ടല്ലോ, അത് ഞാൻ പറയാം. നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് പോകാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ മുന്നിലത്തെ ദിവസം എല്ലാം നമ്മൾ നല്ലോണം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ വഴിയെ നമുക്കിടാം. പിന്നെ എനിക്കിതിലൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വൈക്കത്ത് പോകാൻ നേരം ഉടുക്കാൻ മേടിച്ചൊരു സാരി ഉണ്ടായിരുന്നു. അത് അന്നേരം എനിക്ക് ഉടുക്കാൻ പറ്റിയില്ല, ഈ കല്യാണത്തിനും എനിക്ക് ഉടുക്കാൻ പറ്റിയില്ല. സാരിക്ക് വിഷമം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് മാത്രം നല്ല വിഷമമുണ്ട് ഗൈസ്. ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ ആലപ്പുഴയിൽ നിന്ന് വാങ്ങിച്ചൊരു സാരിയായിരുന്നു. അതിനി എപ്പോൾ ഉടുക്കും എന്നുള്ള ആശങ്കയിലാണ് ഞാനിരിക്കുന്നത്. പ്ലേറ്റ് വരെ എടുത്ത് വെച്ച് വളരെ കഷ്ടപ്പെട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നടന്നില്ല ഗൈസ്. ഇതുപോലെ നടക്കാതെ പോയ എത്ര ആഗ്രഹങ്ങളുണ്ട് ഓരോരുത്തർക്ക്, അല്ലേ? ഇതൊക്കെ എന്ത് സില്ലി കേസ്. അപ്പം അത് വിടും. അങ്ങനെ പിന്നെ ഇത് പുട്ടിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പുട്ടൊക്കെ നമ്മളെന്നും റെഡിയാക്കുന്നതല്ലേ, എല്ലാവർക്കും അറിയാം. പിന്നെ എന്നും ഈ പുട്ട് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുന്നത്. പിന്നെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ മോനുള്ള പുട്ടും കടലക്കറി എല്ലാം വാരി കൊടുക്കുന്നതാണ് പുള്ളിക്ക് ഇഷ്ടം. അങ്ങനെ പിന്നെ നമ്മുടെ പുള്ളിക്കാരൻ പോവാണ് കേട്ടോ. ക്യാമറ ഓണാണെന്ന് കാണുമ്പം ഒരു ചെറിയൊരു ഇളക്കവും ചെറിയൊരു നാണമൊക്കെ ഉണ്ട്. പിന്നെ എന്നാലും ഞാൻ ചില സമയത്ത് നിന്ന് തരാൻ പറയുമ്പോൾ വീഡിയോ എടുക്കാൻ നിന്ന് തരാറുണ്ട്. അങ്ങനെ ഒരാൾ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ അംഗനവാടിയിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ വിഷമമൊക്കെ ഉണ്ട്, ഇതാ മുഖം കാണുമ്പോൾ നിങ്ങൾക്കറിയാം. എന്നാലും നമുക്ക് വിടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എനിക്ക് ചെറിയൊരു വിഷമത്തോടു കൂടിയുള്ള ടാറ്റയൊക്കെ തന്നിട്ട് പുള്ളിക്കാരി അംഗനവാടിയിലോട്ട് പോവാണ്. പിന്നെന്താ, പിന്നെ ബാക്കി ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.